ലോഡ് ആവുന്ന സമയത്ത് ഒരു ടൈം എടുക്കുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് എന്ത് വേണം, അവിടെ നമുക്ക് ലോഡിംഗ് എന്ന് കാണിക്കണം. സാറിന് നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു പേജിൽ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് നിങ്ങൾ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ലോഡിങ്ങിന് വേണ്ടി ഒരു സാധനം കാണിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ലോഡിംഗ് എന്ന് ഇപ്പൊ തൽക്കാലം നമുക്ക് വേണ്ട വെച്ചാൽ ഈ ഒരു ടൈം, അതായത് ഇവിടുന്ന് റിക്വസ്റ്റ് പോയിട്ട് റെസ്പോൺസ് വരാൻ എടുക്കുന്ന ടൈമിൽ ലോഡിംഗ് എന്ന് കാണിക്കണം. എങ്ങനെ ചെയ്യാം? ആർക്കെങ്കിലും എന്തൊരു ഐഡിയ ഉണ്ടോ? അവിടെ വൈ സ്ക്രീൻ അല്ല, പകരം ലോഡിംഗ് എന്ന് കാണിക്കണം. ജിസ്റ്റോ, ശ്രീജിത്ത്, കൃഷ്ണൻ, ഏറ്റവും മുബാരക്, അമൽരാജ്, അമർജിത്ത് എന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. അവിടെ നമുക്ക് ലോഡിംഗ് കാണിക്കാം. എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്തേ, ഓഡിയോ ഓണാക്കി സംസാരിക്കാൻ ടൈപ്പ് ചെയ്താൽ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? എനിക്കത് ആ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി ഫോണിലല്ലേ പുള്ളി. ഓക്കെ, അപ്പം ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പറയുന്നത്, നമ്മൾ ഈ പേജിനകത്ത് ഈ ഒരു വൈറ്റ് സ്ക്രീൻ വരാൻ കാര്യം നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ പേജ് ഫസ്റ്റ് ലോഡ് ആവുന്ന സമയത്ത് നമ്മുടെ യൂസേജിനകത്ത് MD അറിയാനുള്ളത് അല്ലേ. പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് MD അറിയാണ്. നമ്മുടെ പേജ് ഫസ്റ്റ് ടൈം ലോഡായി, അതിനുശേഷം യൂസർ കോളായി, ഈ ഫെച്ച് ഡേറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ആയതിനു ശേഷം ഇവിടുന്ന് ഡേറ്റ ഫിക്സ് ചെയ്തുകൊണ്ട് വന്ന് നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലേക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു എന്ത് ചെയ്യുക. അപ്പം നമ്മൾ സ്റ്റേറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ആവുന്ന സമയത്താണ് നമ്മുടെ UA റെൻഡർ ആവുന്നത് അല്ലെ. അപ്പോൾ ഒന്നുകൂടി UA റെൻഡർ, അപ്പോഴാണ് പ്രൊഡക്ട്സിന്റെ ഡേറ്റ ഉള്ളത്, അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡേറ്റ കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ അതുവരെ ഇപ്പൊ നമ്മൾ ലോഡിംഗ് സമയത്ത് അതില്ല. ലോഡിംഗ് സമയത്ത് വൈസ് വരാൻ കാര്യം ആ സമയത്ത് നമ്മുടെ പ്രൊഡക്ട്സ് MD അറിയാണ്. MD അറിയാൻ മാപ്പ് ചെയ്താൽ ഒന്നും കിട്ടില്ല. എന്നിട്ട് ആ ഫസ്റ്റ് ടൈം പേജ് ലോഡ് ആയതിനു ശേഷം യൂസർ കോളായി, ഈ ഫംഗ്ഷൻ കോളായി, നമ്മുടെ API ന്ന് ആ ഡേറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് വന്ന് നമ്മുടെ സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ആവുന്ന ഭാഗമായിട്ട് UA റെൻഡർ ആവുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്ട്സ് അവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു ടൈം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അവിടെ ലോഡിംഗ് എന്ന് കാണിക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, പക്ഷെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ, ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. അപ്പൊ അതാണ് ഓക്കെ. അപ്പം അത് നമ്മൾ ചെയ്യാൻ വേണ്ടി വെച്ചാൽ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ ലോഡ് ആ സമയത്ത് ഈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് MD ആയിരിക്കും ഇല്ലേ. അത് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അറിയാം, MD ആയിരിക്കും. ഈ അറക്കകത്ത് എപ്പോഴാണോ വാല്യൂ വരുന്നത് ഇല്ലേ, അപ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇവിടെ ഡേറ്റ വന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഞാൻ ഒരു രീതി കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഒരു രീതി കാണിച്ചു തരാം. ഞാനിവിടെ ഒരു സ്റ്റേറ്റ് എഴുതുന്നു, കോൺസ്റ്റ് ലോഡിംഗ് കോമ സെറ്റ് ലോഡിംഗ് equal to use state of, ഞാൻ ഇവിടെ കൊടുക്കുന്നു 2. ഞാനിവിടെ ലോഡിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എഴുതിയിട്ട് അതിന്റെ ഇനിഷ്യൽ വാല്യൂ ട്രൂ ആക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ വരും. നമ്മുടെ ഇവിടെ വെച്ചാണ് നമ്മുടെ API കോൾ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ ആണല്ലോ. API അതായത് നമ്മുടെ യൂസർ കോളായി, ഈ ഫംഗ്ഷൻ വർക്കായി, API കോൾ ചെയ്ത് റെസ്പോൺസ് വന്ന് ആ റെസ്പോൺസും കൺവേർട്ട് ആയതിനു ശേഷമാണ് നമ്മുടെ പ്രൊഡക്ട്സിലേക്ക് ഡേറ്റ സെറ്റ് ആവുക. അതായത് പ്രൊഡക്ട്സിലേക്ക് ഡേറ്റ സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ലോഡിംഗ് അങ്ങ് ഫോൾസ് ആക്കും. അതുവരെ ലോഡിംഗ് ട്രൂ ആണ്. ഓക്കെ, അതുവരെ ലോഡിംഗ് ട്രൂ ആണ്. പറഞ്ഞ മനസ്സിലായി. അതായത് നമ്മളിവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എഴുതി അതങ്ങ് ട്രൂ ആക്കി. അതായത് ഇനിഷ്യലി ലോഡിംഗ് ട്രൂ ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ API ന്ന് ഡേറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ലോഡിംഗ് ഫോൾസ് ആക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇതാണല്ലോ നമ്മുടെ കാർഡ് കണ്ടെയ്നർ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കോ. അപ്പൊ ഇത്രയും സാധനം വർക്ക് ആവുന്നത് എപ്പോഴാണ്, നമ്മുടെ ലോഡിംഗ് ട്രൂ ആകുമ്പോൾ ഇത് വർക്ക് ആവണ്ട. എനിക്ക് വേണ്ടത് ലോഡിംഗ് ട്രൂ ആണെങ്കിൽ ഇവിടെ ലോഡിംഗ് എഴുതി കാണിച്ചാൽ മതി. നമ്മൾ തൽക്കാലം എഴുതി കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ അതിന്റെ ഓരോ കാർഡുകൾ നമുക്ക് കൊണ്ടുവരാം. തൽക്കാലം ഞാൻ എഴുതി കാണിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ ലോഡിംഗ് എന്നുള്ളത് എന്ത് ചെയ്യണം, എഴുതി കാണിക്കണം. ലോഡിംഗ് ട്രൂ ആണെങ്കിൽ, ലോഡിംഗ് ഫോൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ കാർഡ് കാണിക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തിട്ട് എന്നോട് വന്നിട്ട് നോക്കണേ. ഞാൻ ചെയ്യാൻ നോക്കാം. ലോഡിംഗ് ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് അറിയാലോ. അത് ട്രൂ ആണെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു തൽക്കാലത്തേക്ക് ഒരു ഫീഡ്ബാക്ക് ഇടുന്നു, അതിനകത്ത് ലോഡിംഗ് എഴുതി കാണിക്കുന്നു. ഇനി ലോഡിംഗ് ഫോൾസ് ആണെങ്കിൽ ഓക്കെ, ഇവിടെ ഞാൻ സിന്റാക്സ് വെക്കണേ. ലോഡിംഗ് ട്രൂ ആണെങ്കിൽ ഫീഡ്ബാക്ക് ലോഡിംഗ് ട്രൂ അല്ല എങ്കിൽ ഈ മാപ്പ്. ഓക്കെ, അതിന് സേവ് ചെയ്യുമ്പോഴത്തേക്ക് സിന്റാക്സ് അലൈൻ ആയിക്കോളും. അതായത് ലോഡിംഗ് ട്രൂ ആണെങ്കിൽ ഇത്രയും സാധനം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും സാധനം വർക്ക് ചെയ്യുക. അപ്പൊ ആ ബ്രാക്കറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളെ കിട്ടിയിട്ടാണ്, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഞാൻ സേവ് ചെയ്യുന്നു. എന്നോട് വരുന്നു, ഞാൻ പേജ് ലോഡ് ചെയ്യാം. കണ്ടോ, പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലോഡിംഗ് എഴുതി കാണിക്കുന്നു. എന്നിട്ട് ഡേറ്റ വരുമ്പോൾ അത് പോകുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മളിവിടെ ഒരു സ്റ്റേറ്റ് എഴുതി, എന്നിട്ട് നമ്മൾ എപ്പോഴാണ് ഡേറ്റ വരുന്നത് അപ്പോൾ ആ ലോഡിംഗ് ഫോൾസ് ആക്കും. ലോഡിംഗ് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് കാണിക്കും. ഫോൾസ് ആണെങ്കിൽ നമ്മളെ മാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ കാണിക്കും. ഇത് ചെയ്ത് മനസ്സിലായോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ പറയണേ. ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞു പറയണേ.
അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് നമ്മൾ റിയാക്ട് നമ്മൾ നമുക്ക് ബാക്കി നോക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ നിങ്ങൾ ലോഡിംഗ് ചെയ്യാം. നമ്മൾ ആവശ്യം വെച്ചാൽ നമ്മുടെ ലോഡിംഗ് വെറുതെ എഴുതി കാണിക്കണം. അതിന് പകരം നമുക്ക് ലോഡ് ആവുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ കറങ്ങുന്ന കമ്പോണൻസ് അതാണ് നമുക്ക് അവിടെ കൊണ്ടുവരേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു കറങ്ങുന്ന സാധനം ഇപ്പൊ ലോഡിംഗ് എന്നൊക്കെ കാണിക്കുന്ന സമയത്ത് അറിയാം നമ്മൾ ഇങ്ങനെ ലോഡിങ്ങിന്റെ ആ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ, ആ ഗ്രാഫിക്സ് നമുക്ക് അവിടെ കൊണ്ടുവരണം. അപ്പൊ അത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇരുന്ന് അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു കമ്പൗണ്ട് CSS HTML ഒക്കെ ഉപയോഗിച്ച് ബിൽഡ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് വെച്ചാൽ നമ്മൾ റിയാക്ടിനകത്ത് നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് കമ്പോണൻസ് വെച്ചിട്ട് ബട്ടൺ ആയിക്കോട്ടെ ഇല്ലേ, നവബാർ ആയിക്കോട്ടെ, ഇതെല്ലാം കമ്പോണൻസ് ആണ്. ഇതുപോലെ കമ്പോണൻസ് ഓൾറെഡി എഴുതി വെച്ചേക്കുന്ന ലൈബ്രറീസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് കമ്പോണന്റ് ലൈബ്രറീസ്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കമ്പോണന്റ് ലൈബ്രറീസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ നമ്മൾ തന്നെ ബിൽഡ് ചെയ്യാതെ നമുക്ക് കമ്പോണൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബട്ടൺ ആയിക്കോട്ടെ നമ്മളല്ലേ ബിൽഡ് ചെയ്യണം, നമ്മൾ ബിൽഡ് ചെയ്യേണ്ട. അത് വരെ കമ്പോണന്റ് ലൈബ്രറിക്കകത്ത് ഇങ്ങനത്തെ കമ്പോണൻസ് ഉണ്ടായിരിക്കും, നമുക്ക് അത് വെറുതെ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പം അതുപോലെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അതിലത്തെ ഒരു കമ്പോണന്റ് ലൈബ്രറിയാണ് റിയാക്ട് സ്പിന്നേഴ്സ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ കയറുക റിയാക്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട, ഇപ്പൊ നോക്കിയോ റിയാക്ട് സ്പിന്നേഴ്സ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി, ഇഷ്ടംപോലെ ലൈബ്രറി ഉണ്ട്. നമുക്ക് ഏത് ലൈബ്രറികളിലും NPM ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ. റിയാക്ട് സ്പിന്നേഴ്സ് എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ട്. അപ്പം ഇവിടെ ഒരു ലൈബ്രറി എന്ന് വെച്ചാൽ അത് ഒരു പാക്കേജ് ആണ്. ഓക്കെ. ഉണ്ടോ? അപ്പോൾ ഒരു വീക്ക് തന്നെ അത്യാവശ്യം നല്ല ഡൗൺലോഡ് ഉള്ള പാക്കേജാണ്. 4,26,000 ഡൗൺലോഡ് ഒക്കെ ഉള്ള പാക്കേജാണ് ഇത്. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി വെച്ചാൽ നമ്മൾ ഈ ഒരു കമ്പോണന്റ് ലൈബ്രറി അല്ലെങ്കിൽ ഈ ഒരു കമ്പോണന്റ് എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യുക. NPM i റിയാക്ട് സ്പിന്നേഴ്സ്. ഞാൻ നിങ്ങളിപ്പോൾ ചെയ്യണ്ട, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിത് കോപ്പി ചെയ്തു, ഞാനിവിടെ വരുന്നു, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഞാനിവിടെ ഇൻസ്റ്റാൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ റിയാക്ട് സ്പിന്നേഴ്സ് എന്ന് പറയുന്ന ലൈബ്രറി ഇവിടെ ഇൻസ്റ്റാൾ ആവും. ഓക്കെ. അപ്പോൾ അതവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവരുടെ ഡോക്യുമെന്റേഷൻ വായിക്കുമ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ എക്സ്ട്രാ CSSന്റെ കാര്യം ഒരു CS കൊടുക്കുന്ന രീതിയെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് അത് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ക്ലിപ്പ് ലോഡർ കണ്ടോ. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ പേജിലേക്ക് നമ്മൾ ഓരോ പാക്കേജ് യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ ഇതിനെയും ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ട് ക്ലിപ്പ് ലോഡർ ഫ്രം റിയാക്ട് സ്പിന്നേഴ്സ് / ക്ലിപ്പ് ലോഡർ. ഓക്കെ. അപ്പോൾ റിയാക്ട് സ്പിന്നേഴ്സ് എന്ന് പറയുന്ന ഒരു പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എവിടെയും കാണും. ഓക്കെ. ഇതാണ് പാക്കേജ്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫയൽസ് ഉണ്ട് കണ്ടോ. ക്ലിപ്പ് ലോഡർ, അതുപോലെ ബീറ്റ് ലോഡർ, ബാർ ലോഡർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫയൽസ് ഉണ്ട്. ഇതെല്ലാം ഓരോ ലോഡേഴ്സാണ്. അപ്പോൾ ഞാനിത് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു കമ്പോണ്ടിലേക്ക് കൊടുക്കുന്ന പ്രോപ്പുകളൊക്കെ ഇതൊക്കെ പ്രീ ഡിഫൈൻഡ് പ്രോപ്പുകളാണ്. ഇവർ കൊടുത്തപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതിന് പറഞ്ഞാൽ നോക്കാം, ഞാൻ ചെയ്യാൻ നോക്കാം. ഞാൻ ഈ ക്ലിപ്പ് ലോഡർ എന്ന് പറഞ്ഞ കമ്പോണ്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ടാഗ് ലോഡിംഗ് ആയതിന് പകരം ഇവിടെ ക്ലിപ്പ് ലോഡർ എന്ന് പറഞ്ഞ കമ്പോണ്ട് ഇട്ടു. ഓക്കെ. ഇവിടെ നമ്മൾ ആ ഒരു കമ്പോണ്ട് ഇട്ടു. എന്നിട്ട് ഞാനത് സേവ് ചെയ്തു. ഓക്കെ. എന്നിട്ട് ഞാൻ റൺ ചെയ്യാം. ഇനി നമ്മുടെ പേജ് തുറന്നു നോക്കിക്കോണേ. കണ്ടോ ഇവിടെ കാണിച്ചേക്കുന്നത് നോക്കിയേ. ഇവിടെ ക്ലിപ്പ് ലോഡർ ഇപ്പൊ ആ ഒരു കമ്പോണ്ട് ഇവിടെ ആ ലോഡിങ്ങിന്റെ കമ്പോണ്ട് ഇവിടെ കാണിച്ചു. ഇതെങ്ങനെ വന്നേ, നമ്മൾ ബിൽഡ് ചെയ്തതല്ല, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ തേർഡ് പാർട്ടി കമ്പോണന്റുകൾ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത ഒരു കമ്പോണ്ട് ആണ് ക്ലിപ്പ് ലോഡർ. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, വെറുതെ ഇമ്പോർട്ട് ചെയ്യുക, അങ്ങ് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ പ്രോപ്പർട്ടി ഇത് നോക്കി, ഇത് ലോഡ് ആവുന്ന സമയത്ത് വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. നമുക്ക് ഇതിനെ സെന്ററിലാക്കണം, ആ പേജിന്റെ സെന്ററിലാക്കണം. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, നമുക്ക് അതിന് വേണ്ടിയുള്ള എഴുതാം, സ്റ്റൈൽ എഴുതാം ഇല്ലേ. അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ താഴേക്ക് വരുന്നു, സൈസ്, ഹൈറ്റ്, വിഡ്ത്ത് എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിന്. ഓക്കെ. അപ്പൊ നമുക്ക് കാര്യം നമുക്ക് ഇതിന് ക്ലാസ് നെയിം കൊടുക്കാം. ക്ലാസ് നെയിം ഞാൻ കൊടുക്കുന്നു, സ്പിന്നർ എന്ന് പറയുന്ന ക്ലാസ് നെയിം. ഓക്കെ. എന്നിട്ട് ഞാൻ നോക്കിക്കോ, ഞാൻ ഈ സ്പിന്നർ എന്ന് പറഞ്ഞ ക്ലാസ് നെയിമിന് സ്റ്റൈൽ എഴുതാൻ പോവാം. ഇവിടെ വരുന്നു, ഡോട്ട് സ്പിന്നർ, പൊസിഷൻ ആബ്സല്യൂട്ട്, ടോപ്പ് 40%, ലെഫ്റ്റ് 40%. നോക്കിയേ, അത് ഏകദേശം സെന്ററിലേക്ക് വന്നു. നമുക്ക് ലെഫ്റ്റ് 45% എടുക്കാം, 48%. കണ്ടോ. നോക്കിയാൽ നമ്മുടെ പേജ് ലോഡ് ആവുന്ന സമയത്ത് ആ ലോഡിങ് നമ്മൾ കാണിക്കും. എന്നിട്ട് നമ്മൾ ഇത് വരും. ഓക്കെ. ഇനി അതുപോലെ ഇവിടെ നിങ്ങൾ ആദ്യം നോക്കുകയാണെങ്കിൽ അവർ വേറൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടാണ് സൈസ്. കണ്ടോ, സൈസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അത് അതിന്റെ തിരക്കുണ്ട്. ഇവർ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. സൈസ് 150. നമുക്ക് അതുപോലെ സൈസ് കൊടുക്കാം. നമുക്ക് വന്നിട്ട് സൈസ് പേര് മനസ്സിലാക്കാൻ സൈസ് വലുതാക്കാനായിരിക്കാം. ഞാൻ 150 തന്നെ കൊടുത്തു. ഇവിടെ വരുന്നു, റിക്വസ്റ്റ് ചെയ്യും. കേട്ടോ, അതൊന്നുകൂടെ വലുതായി. നമുക്ക് അത്രയും വേണ്ട, 100 മതി. 100 വേണ്ട, നമുക്ക് 50 ആക്കാം. സൈസ് കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ച് സൈസ് കുറയും.
ഇങ്ങനത്തെ ഒരുപാട് കമ്പൗണ്ട്സ് ബട്ടൺ ആയിക്കോട്ടെ, എന്തും ഇൻപുട്ട് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരുപാട് കമ്പൗണ്ട്സ് ഓൺലൈൻ അവൈലബിൾ ആണ്. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇത് റിയാക്ടിന്റെ വളരെ വളരെ നല്ലൊരു ഫീച്ചർ. കാര്യം നമ്മൾ ഒരു പ്രോജക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പകുതി കാര്യങ്ങൾ ലോജിക്ക് നമുക്ക് ചെയ്താൽ മതി, കമ്പൗണ്ട്സ് ഒക്കെ ഓൺലൈൻ കിട്ടും. നിങ്ങൾ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കാണിച്ച എക്സാമ്പിൾ ക്ലിപ്പ് ലോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പൗണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ അത്ര വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഇതിന് കുറവാണ്. പക്ഷേ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ഉള്ള ഒരുപാട് കമ്പൗണ്ട്സ് വേറെ ഉണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. ഇതിന് മുമ്പായിട്ട് ഇവിടെ കണ്ട ക്ലിപ്പ് ലോഡർ, ഇവരുടെ താഴേക്ക് ഒന്നാണ് വരുവാണെങ്കിൽ ഇവരുടെ ബാർ ലോഡർ, ബീറ്റ് ലോഡർ എന്ന് പറഞ്ഞ ഒരുപാട് ലോഡേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് റിയാക്ട് സ്പിന്നേഴ്സ്/ക്ലിപ്പ് ലോഡർ എന്നുള്ളത് മാറ്റിയിട്ട് ബാർ ലോഡർ എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതും പേരും ബാർ. അപ്പം ഇത് ബാർ ലോഡർ എന്ന് പറയുന്ന ഫയലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം ബാർ ലോഡർ വരിക. ഞാൻ ക്ലിപ്പ് ലോഡർ മാറ്റി ബാർ ലോഡർ ആക്കും. കണ്ടോ, അപ്പോഴത്തേക്ക് ഇവിടെ ലോഡർ മാറിയുണ്ടോ? നമുക്ക് സ്റ്റൈൽ അനുസരിച്ച് മാറ്റണം. ഇതൊരു ബാർ ലോഡർ പോലെ. ഇങ്ങനെ ഒരുപാട് ലോഡേഴ്സ് ഉണ്ട്. നമുക്ക് വേറെ ലോഡർ നോക്കാം. സ്കെയിൽ ലോഡർ എന്ന ലോഡർ നോക്കാം. വേറെ ലോഡർ. പക്ഷേ ആ ലോഡർ അവിടെ ലോഡാകും മുമ്പ് തന്നെ വരുന്നതുകൊണ്ടാണ് നമുക്ക് അതിന്റെ എഫക്ട് മനസ്സിലാത്തത്. വേറെ ഉണ്ട് പാക്മാൻ ലോഡർ ഉണ്ടോ? വേറെ ലോഡർ പാക്മാൻ ലോഡർ നോക്കാം. നിങ്ങൾ ഓരോ ടൈമിൽ പോയി ചേഞ്ച് ചെയ്യുന്നില്ല. അതിന് പറയാൻ നിങ്ങൾ റിയാക്ട് സ്പിന്നേഴ്സ് ഇമ്പോർട്ട് ചെയ്യാം. റിയാക്ട് സ്പിന്നേഴ്സ് പറയുന്നത് ആ പാക്കിംഗ് വരുന്നതെല്ലാം നെയിം എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് റിയാക്ട് സ്പിന്നർ/പാക്മാൻ ലോഡർ ഇങ്ങനെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ആണ്. എന്നിട്ട് ഇതിനെ ചെയ്യാം ഇവിടെ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇത് പാക്മാൻ അല്ലേ, അതുപോലെ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ലിസ്റ്റായിട്ട് ഞാൻ കമന്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ ലോഡറിന്റെ അറിയാൻ പറ്റും. കണ്ടോ, ലോഡ് ചെയ്യാൻ ടൈം എടുക്കുകയാണെങ്കിൽ ആ ലോഡർ ഇങ്ങനെ വരും. ഇതൊന്നും കാണാൻ രസമില്ല. അപ്പോൾ നിങ്ങൾ അത് വിട്ടേക്കാം. നമ്മൾ നല്ല ലോഡേഴ്സ് യൂസ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഫസ്റ്റ് ഇതായിട്ട് ഇപ്പോൾ ബീറ്റ് ലോഡർ നല്ല ലോഡർ അത് നോക്കാം. ഇങ്ങനെയും നമുക്ക് ഒരുപാട് കമ്പൗണ്ട്സ് യൂസ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, അപ്പോൾ അതിന്റെ ലോഡിംഗ് മനസ്സിലാക്കണം. അതിന്റെ സൈസ് നമുക്ക് അത്രയും വേണ്ട. 20 കളർ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ആക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇത് ചെയ്യാം. അപ്പോൾ ആ ലോഡിംഗ് ഫോഴ്സ് ഒരിക്കലും ആവില്ല. അപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും കൃഷി ചെയ്യുവാണെങ്കിൽ. കണ്ടോ, ഇങ്ങനത്തെ ടൈം എടുക്കുന്നതനുസരിച്ച് ഇങ്ങനത്തെ ഒരു ലോഡേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ലോഡറാണ്. വേറൊരു ലോഡർ നോക്കാം. ക്രിയേറ്റ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? അടുത്ത് പറട്ടെ. കഴിഞ്ഞോ? ആരെങ്കിലും ചെയ്യാനുണ്ടോ? ഓക്കെ, അപ്പോൾ അത് നോക്കാം. ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഒരു കമ്പൗണ്ട് യൂസ് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പൗണ്ട് അല്ല, തേർഡ് പാർട്ടി കമ്പൗണ്ട് നമ്മൾ യൂസ് ചെയ്യണം. അതിനൊരു ലൈബ്രറി നമ്മൾ പരിചയപ്പെട്ടതാണ് റിയാക്ട് സ്പിന്നേഴ്സ്. ഇതുപോലെ ഒരുപാട് കമ്പൗണ്ട്സ് ഉള്ള കമ്പൗണ്ട് ലൈബ്രറി ഉണ്ട്. നമുക്ക് അതിനകത്ത് വേറെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇതിവിടെ കിടക്കട്ടെ. ഞാനിത് അങ്ങനെ ഇട്ടേക്കാണ്. എന്നിട്ട് ഞാൻ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. ഓക്കെ, പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം എന്താ വെച്ചാൽ നമുക്ക് അതിനകത്ത് കമ്പൗണ്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് അത് തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ വന്നിട്ട് നമ്മൾ ചെയ്യുന്നു എന്താ npm create white at data. അപ്പോൾ അതാണ് 11. നമുക്കിവിടെ ലൈബ്രറീസ് ഉണ്ട്. റിയാക്ട് ജാവാസ്ക്രിപ്റ്റ് ഇത് നമുക്ക് സാധാരണ ചെയ്യുന്നത് ചെയ്യാം. npm i npm random. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയൊരു കമ്പൗണ്ട് ലൈബ്രറി പരിചയപ്പെടാൻ പോകണം. ഓക്കെ, അപ്പോൾ അതിന്റെ പേരാണ് ആൻഡ്. ഓക്കെ, ANTD. അപ്പോൾ നിങ്ങൾ ക്രോമിൽ ആൻഡ് സെർച്ച് ചെയ്ത് നോക്കാം. ANTD ആൻഡ് ഡിസൈൻസ് എന്നാണ് ഫുൾ നെയിം. ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സൈറ്റ് വരും. എല്ലാവരും ഒന്ന് എടുത്തേ, ഇതൊന്നും എടുത്തേ, എടുത്ത് ഞാൻ പറയണേ. ആൻഡിലേക്ക് കൊണ്ട് ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. നിങ്ങളൊരു കമ്പനി ചെന്നാൽ നിങ്ങൾ ആൻഡിയുടെ
ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡെവലപ്മെന്റ് കമ്പോണൻസ് എന്നൊക്കെ പറഞ്ഞ ഏരിയ ഉണ്ട്. ഇവിടെ നിങ്ങൾ കമ്പോണൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ലൈബ്രറിക്കകത്ത് അവർ ബിൽഡ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പോണൻസും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ട ബട്ടൺ, ഫ്ലോട്ട് ബട്ടൺ, ഐക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പോണൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ കമ്പനി ചെന്നാൽ നിങ്ങൾ ആൻഡ്രോയിഡോ മെറ്റീരിയൽ യുഐയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കമ്പോൺ ലൈബ്രറി ആയിരിക്കും നിങ്ങൾ പൊതുവെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു കമ്പോൺ ലൈബ്രറിയാണ് ആൻഡ്. ആൻഡിലേക്ക് കൊണ്ട് ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പം ബട്ടൺ എന്ന സെക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ടൈപ്പ് ബട്ടൺസ് കാണാം ആൻഡിലുള്ള. ഓക്കെ, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്നിട്ട് നോക്കുകയാണെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ അവർ എക്സാമ്പിൾസിലൂടെയാണ് എല്ലാത്തിൻ്റെ യൂസേജ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ബട്ടൻ്റെ വന്നു, ഫ്ലോട്ട് ബട്ടൺ അങ്ങനെ വേറെ നോക്കാം. കളർ പിക്കർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ട ഇവർ ബിൽഡ് ചെയ്യുന്ന പല ടൈപ്പ് കളർ പിക്കേഴ്സ് ഉണ്ട്. നമുക്കത് ഏത് വേണമെങ്കിലും നമ്മുടെ പ്രൊജക്റ്റിലേക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബട്ടൺ തന്നെ ആദ്യം ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ താഴെ വരുമ്പോൾ ഇവിടെ എക്സാമ്പിൾസ് എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ നിങ്ങൾ ഇവിടെ ഷോ കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് സ്ക്രിപ്റ്റ് ഉണ്ടാവും, ജാവാസ്ക്രിപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണ് ക്ലിക്ക് ചെയ്താൽ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ഇമ്പോർട്ട് ഇപ്പോൾ വേറൊരു കമ്പോണന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് തൽക്കാലം വേണ്ട. ഇമ്പോർട്ട് ബട്ടൺ ഫ്രം ആൻഡ് ഇത് ഉണ്ടോ നെയിം എക്സ്പോർട്ട് ആണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ആൻഡ് എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. npm i and അത് ഇൻസ്റ്റാൾ ആയി. ഇനി ബട്ടൺ യൂസ് ചെയ്യണമെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇമ്പോർട്ട് ബട്ടൺ ഫ്രം ആൻഡ് ഞാൻ അത് കോപ്പി ചെയ്യുന്നു. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ്. അപ്പോൾ നമ്മൾ സേവ് താഴെ നിൽക്കണം. എന്നിട്ട് ഫ്ലെക്സ് വേണ്ട, ബട്ടൺ മതി. അപ്പോൾ നമ്മളൊരു ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതിനകത്ത് ആൻഡ് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ നോക്കി സാധാരണ ഒരു ബട്ടൺ കൊടുക്കുക. അതിനകത്ത് വരാൻ പോകുന്ന ടെക്സ്റ്റ് നമ്മൾ അതിനിടയ്ക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ബട്ടൺ കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരുന്നു നോക്കണം. സേവ് ചെയ്യുന്നു. നമുക്ക് പേജ് എടുക്കാം. നമ്മൾ ഡിസൈൻ ചെയ്ത ബട്ടൺ അല്ല, നോർമൽ ആയിട്ടൊരു ബട്ടൺ വന്നു കേട്ടോ. അപ്പം ഇതിന് ഓൾറെഡി ഡിസൈനും കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ഇവരുടെ ഏറ്റവും പ്രത്യേകത ഒരുപാട് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രോപ്സ് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെല്ലാം യൂസ് ചെയ്യാം. ഇവിടെ കാര്യങ്ങളുണ്ടോ ടൈപ്പ് പ്രൈമറി ഇത് എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി പ്രൈമറി ഇവർ എക്സാമ്പിൾസ് ചെയ്യുന്നത് പ്രൈമറി ആണ്. ഇത് ടൈപ്പ് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇതാണ് ഡിഫോൾട്ട് ആയിട്ട് വരിക. ഡാഷ് കൊടുത്താൽ ഡാഷ് പോലത്തെ ബട്ടൺ വരും. ടെക്സ്റ്റ് ബട്ടൺ, ലിങ്ക് ബട്ടൺ. അപ്പോൾ കണ്ടോ ഇങ്ങനത്തെ പ്രോപ്സ് കൊടുത്ത് ഇതിന്റെ സ്റ്റൈൽ തന്നെ വേണം മാറ്റാം. അപ്പോൾ അവിടെ വന്നിട്ട് ടൈപ്പ് ഈക്വൽ ടു പ്രൈമറി നോട്ട് സേവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബട്ടൺ ഇതുപോലെ ആവും കണ്ടോ. ഇങ്ങനെ ഒരുപാട് പ്രോപ്സ് ഇതിലും കൊടുക്കാൻ പറ്റും. ഇവിടെ എല്ലാം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐക്കൺസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ താഴേക്ക് വരുവാണെങ്കിൽ കുറെ കോൾ ഇപ്പോൾ ഈ സൈസിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടെ താഴെ AP എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഈ AP എന്ന് പറയുന്ന സെക്ഷൻ വന്നാൽ ഈ ബട്ടൺ എന്ന് പറയുന്ന കമ്പൗണ്ടിനകത്ത് ഇവർ എഴുതി വെച്ചേക്കുന്ന പ്രോപ്സ് എല്ലാം കാണാൻ പറ്റും. ഇത്രയും പ്രോപ്സ് ഇതിന് എടുക്കും. ഇത്രയും പ്രോപ്സ് ഉണ്ട്. ഈ പ്രോപ്പിന്റെ എന്താണ് യൂസേജ്, ഡിഫോൾട്ട് വാല്യൂ എന്താണ്, വാല്യൂ ടൈപ്പ് എന്താണ്, ഡിഫോൾട്ട് വാല്യൂ എന്താണ്, ഏത് വെർഷൻ തൊട്ടാണ് സപ്പോർട്ട് ചെയ്യുക, ഇത്രയും വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സാമ്പിൾ ആണ് കളർ കണ്ടോ. സെറ്റ് ബട്ടൺ കളർ. ഓക്കെ, പ്രൈമറി ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് കൊടുത്തേക്കാണ്. ഓക്കെ, നമുക്ക് കളർ ഒന്ന് ട്രൈ നോക്കാം. അവിടെ വരുന്നു കളർ റെഡ്. ഇത് റെഡ് അല്ല, ഇത് ഡിഫോൾട്ട് 3 വാല്യൂ ഉള്ളൂ. ഓക്കെ, ഡിഫോൾട്ട് പ്രൈമറി ഡേഞ്ചർ. നമുക്ക് ഡേഞ്ചർ കൊടുത്ത് നോക്കാം. അതിന് സപ്പോർട്ട് അവരുടെ കളഞ്ഞെന്ന് തോന്നുന്നു. കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് വരുന്നത് എനിക്ക് തോന്നുന്നു. അത് അവർ ഏത് വെർഷനെ റിമൂവ് ആയിട്ടുണ്ട്. അവർ ഇതൊക്കെ മാറ്റാൻ നമുക്ക് വേറെ നോക്കാം. ഇവിടെ വരികയാണെങ്കിൽ ഡിസേബിൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡിസേബിൾഡ് സ്റ്റേറ്റ് ഓഫ് ബട്ടൺ ബൂളിയൻ ആണ് അതിന്റെ വാല്യൂ ടൈപ്പ്. ഡിഫോൾട്ട് വാല്യൂ ഫോൾസ് ആണ്. ഓക്കെ, അത് ഡിസേബിൾ എന്ന് പറഞ്ഞ പ്രോപ്പർ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അതിന്റെ വാല്യൂ ഫോൾസ് ആണ്. നമുക്ക് കാര്യമുണ്ട് ഡിസേബിൾ നോക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ വാല്യൂ നമുക്ക് ട്രൂ ആക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജാസ്റ്റ് പാൻ ആണ് ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. അതിന് ഡിസേബിളിന്റെ വാല്യൂ ബൂളിയനിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നോക്കിയേ ഈ ബട്ടൺ ഡിസേബിൾഡ് പോലെ ആയി. വേറെ ബട്ടൺ എഴുതാം. ഡിസേബിൾഡ് കൊടുക്കാത്തൊരു ബട്ടൺ, ഡിസേബിൾഡ് കൊടുത്തൊരു ബട്ടൺ കണ്ടോ. ഇതാണ് നോർമൽ ബട്ടൺ. നമ്മൾ ഡിസേബിൾഡ് എന്ന് പറഞ്ഞ പ്രോപ്പ് കൊടുത്തിട്ട് അതിന്റെ വാല്യൂ ആക്റ്റീവ് ആക്കിയപ്പോഴത്തേക്കും ട്രൂ ആക്കിയപ്പോഴത്തേക്കും അത് ഡിസേബിൾഡ് പോലെ. ഓക്കെ, വേറെ ഉണ്ട്. അതായത് ഒരുപാടുണ്ട്. ഐക്കൺ, ഷേപ്പ്, സൈസ് ഒക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലോഡിംഗ് സെറ്റ് ദ ലോഡിംഗ് സ്റ്റാറ്റസ് ഓഫ് ബട്ടൺ ഡിഫോൾട്ട്. അതിന്റെ വാല്യൂ ടൈപ്പ് ബൂളിയൻ, ഡിഫോൾട്ട് വാല്യൂ ഫോൾസ്. നമുക്ക് കാര്യം ചെയ്യാം. ഈ ബട്ടണ് ലോഡിംഗ് കൊടുക്കാം. എന്നിട്ട് അതിന്റെ വാല്യൂ ട്രൂ ആക്കാം. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ആ ബട്ടൺ ഒരു ലോഡിംഗ് ബട്ടൺ പോലെ ആയി മാറി കണ്ടോ. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഈ കമ്പോണൻസ് യൂസ് ചെയ്യാനുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ കമ്പോണൻസ് ബിൽഡ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പകരം അതെല്ലാം ഇവിടെ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുണ്ട്. നമുക്കങ്ങ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രോപ്സ് ഉണ്ടെങ്കിൽ പ്രോപ്സ് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ ഓൺ ക്ലിക്കും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൊടുക്കാം. ഇത്രയും കൊടുത്തേക്കുന്ന എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓരോന്ന് വായിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതുപോലെ നമുക്ക് ബട്ടണിനകത്ത് ഐക്കൺ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഐക്കൺ ആഡ് ചെയ്യാൻ നോക്കാം. ഇതിനോട് വേറെ ബട്ടൺ കൊടുക്കും. ഓക്കെ, ഇവിടെ ഹലോ കൊടുക്കും. ഹലോ ബട്ടൺ വന്നു. ഈ ബട്ടണിലേക്ക് ഐക്കൺ ഉള്ളൊരു ബട്ടൺ ആക്കി മാറ്റാം. ഇവിടെ ഒരുപാട് എക്സാമ്പിൾസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ചെയ്തേക്ക് നോക്കുകയാണെ. ഇപ്പം ഈ ഒരു ബട്ടൺ ഐക്കൺ ഉണ്ട് കണ്ടോ. 3ാമത്തെ ബട്ടൺ. ഇത് 1ാമത്തെ ബട്ടന്റെ കോഡ്. ഇത് 2ാമത്തെ ബട്ടൺ. ഇത് 3ാമത്തെ ബട്ടൺ. 3ാമത്തെ സെർച്ച് ബട്ടൺ ഐക്കൺ വരാൻ കാര്യം വെച്ചാൽ ഐക്കൺ എന്ന് പറയുന്ന ഒരു പ്രോപ്പും അതിലേക്ക് ഒരു ഐക്കൺ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ ഐക്കൺ. ഓക്കെ, ഈ ഐക്കൺ എവിടെ നിന്ന് വന്നു വെച്ചാൽ ഈ ഐക്കണും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന. ഓക്കെ, അത് പക്ഷേ ആൻഡ് ഡിസൈൻസ് / ഐക്കൺസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് കൂടെ നമ്മൾ അതിന് കൊടുത്ത് ആൻഡ് മാത്രം പോരാ. ഈ ഒരു പാക്കേജിലാണ് ഐക്കൺസ് ഉള്ളത്. അപ്പോൾ ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇവിടെ ഐക്കൺസ് ക്ലിക്ക് ചെയ്യാൻ കാണാൻ പറ്റും. ഞാൻ ക്ലിക്ക് ചെയ്തു. ആദ്യമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഐക്കൺസോട് ആഡ് ചെയ്യണമെങ്കിൽ ഐക്കൺസ് തരുന്ന ഒരു പാക്കേജ് പറയുന്നുണ്ട്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം.
അതിന് മാത്രം പോരാ, അത് ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ഒരുപാട് ഐക്കൺസ് ഉണ്ട്. ഐക്കൺസ് എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഐക്കൺസ് ക്ലിക്ക് ചെയ്താൽ ഏത് ഐക്കൺ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ട്വിറ്ററിന്റെ ഐക്കൺ ചൂസ് ചെയ്തു. അപ്പോൾ അത് കോപ്പി ചെയ്യണം, ട്വിറ്റർ ഔട്ട്ലൈൻ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബട്ടൺ എന്ത് ചെയ്യണം? നമ്മുടെ ബട്ടണിലേക്ക് വന്നിട്ട് ബട്ടണിന് ഐക്കൺ എന്ന് പറഞ്ഞ ടോപ്പ് കൊടുക്കണം. എന്നിട്ട് അതിന്റെ വാല്യൂ ആയിട്ട് ഇത് പാസ് ചെയ്യണം. ഇത് പാസ് ചെയ്താൽ പോരാ, ഇത് ഇവിടെ ഇമ്പോർട്ട് കൂടെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വന്നിട്ട് ഇമ്പോർട്ട് ഫ്രം അതിന്റെ പാക്കേജ് @and_design/icons ആണ്. ട്വിറ്റർ ഔട്ട്ലൈൻ അല്ലേ, ഔട്ട്ലൈൻ. ഓക്കെ, ട്വിച്ച് അല്ല, ട്വിറ്റർ ആണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഐക്കൺ ആഡ് ആയി. കണ്ടോ? ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐക്കൺ ആഡ് ചെയ്യാം. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ഇതുപോലെ ഒരുപാട് പ്രോപ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കമ്പൗണ്ട്സ് ഉണ്ട്. ആ കമ്പൗണ്ട് ഓരോ കമ്പൗണ്ട് യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള പ്രോപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യാം. നമുക്ക് വേറൊരു കമ്പൗണ്ട് യൂസ് ചെയ്യാം. ഇഷ്ടംപോലെ ഉണ്ടോ? റേഡിയോ, സ്വിച്ച്, സ്ലൈഡർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമ്പൗണ്ട്, അവതാർ, ബാഡ്ജ്, കെറോസൽ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ കമ്പൗണ്ട്. നിങ്ങൾക്ക് ഇത് ട്രൈ നോക്കാം. QR കോഡ് കമ്പൗണ്ട്, QR കോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ കമ്പൗണ്ട് യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് കമ്പൗണ്ട്സ് ഉണ്ട്. അപ്ലോഡ്, ട്രീസിലൊക്കെ. അപ്പോൾ നിങ്ങൾ നോക്കാം ഓരോ കമ്പൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ വേറെ കമ്പൗണ്ട് യൂസ് ചെയ്യാം, കളർ പിക്കർ. ഓക്കെ, അപ്പോൾ അതും ഇതുപോലെ കളർ പിക്കർ ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ കോഡ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വന്നിട്ട് കളർ പിക്കർ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ യൂസ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് കളർ പിക്കർ, ഒരു കളർ പിക്കർ ഒന്നും കണ്ടോ? നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കളർ പിക്കർ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ വന്നാൽ ഇതിൽ കൊടുക്കാം. അതുപോലെ അതിനകത്ത് കണ്ടോ പ്രോപ്സ് ഒരുപാടുണ്ട്. അതിന്റെ പ്രോപ്സ് നോക്കാം. ഡിഫോൾട്ട്, ഇവരുടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ എന്ത് വാല്യൂ എടുത്താലും അതായിരിക്കും ഡിഫോൾട്ട് വാല്യൂ എടുക്കുക. ഓക്കെ, നമുക്ക് അത് കൊടുത്ത് നോക്കാം. ഡിഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ് എന്ന് കൊടുക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളത് ഇത് വെറുതെ റെഡ് എന്ന് കൊടുത്താൽ പോരാ, നമ്മളത് എക്സ് കോഡ് ആയിട്ട് തന്നെ കൊടുക്കാം. നമുക്ക് എക്സ് കോഡ് കൊടുക്കാം. ഏതെങ്കിലും കളർ, ഏതൊരു കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കളർ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? എടുക്കാം. കമ്പൗണ്ട് ലേബർ ഉണ്ട്. നിങ്ങൾ ഇനി അങ്ങോട്ട് കമ്പൗണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ പേജ് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് കമ്പൗണ്ട്സ് യൂസ് ചെയ്യാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, ഈ പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ മറ്റേ മൊബൈൽ കാര്യങ്ങൾ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത്